നമസ്കാരം കുട്ടികളെ. നാം കഴിക്കുന്ന ആഹാരം നമുക്ക് ഊർജമായി ലഭിക്കുന്നത് ദഹനമെന്ന പ്രക്രിയ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത് കൊണ്ടാണ്. രക്തത്തിന് ആഗിരണം ചെയ്യാൻ പാകത്തിന് യാന്ത്രികമായും രാസായനികമായും നാം കഴിക്കുന്ന ഭക്ഷണങ്ങളെ ശരീരത്തിന് ആവശ്യമുള്ളതുപോലെ വിഘടിപ്പിക്കുന്ന പ്രക്രിയയാണ് ദഹനം. നാം നിത്യവും കഴിക്കുന്ന ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന പോഷകാംശങ്ങൾ ശരീരത്തിന് ആഗിരണം ചെയ്യാൻ യോജിച്ച രൂപത്തിലല്ല, അവയെ അനുയോജ്യമായ അവസ്ഥയിലേക്ക് മാറ്റുന്നത് ദഹനമെന്ന പ്രക്രിയയിലൂടെയാണ്. അങ്ങനെ ദഹനം നടക്കുമ്പോഴാണ് നമുക്ക് ജോലികളും മറ്റ് പ്രവൃത്തികളും ചെയ്യാനുള്ള ഊർജം ലഭിക്കുന്നത്. മനുഷ്യൻ്റെ ദഹന പ്രക്രിയയിൽ നിരവധി ഭാഗങ്ങൾ സഹായിക്കുന്നുണ്ട്. ഇത്തരത്തിൽ നിരവധി അവയവങ്ങൾ ചേർന്നതാണ് ദഹന വ്യവസ്ഥ. വായ്, അന്നനാളം, ആമാശയം, വൻകുടൽ, ചെറുകുടൽ, മലാശയം, മലദ്വാരം എന്നിവ ചേർന്നാണ് മനുഷ്യൻ്റെ ദഹന വ്യവസ്ഥ. വായിൽ നിന്ന് ആഹാരത്തിൻ്റെ യാത്ര ആരംഭിച്ച് അന്നനാളം വഴി ആമാശയത്തിലെത്തി അന്തർഗ്രന്ഥി സ്രാവങ്ങളുമായി ചേർന്ന് വീണ്ടും വിഘടിക്കുന്നു. ഇവ ചെറുകുടലിലെത്തുമ്പോൾ പോഷകാംശങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. ചെറുകുടലിലാണ് പ്രധാനമായും ആഗിരണം നടക്കുന്നത്. ഗാഢതാക്രമത്തിനനുസരിച്ചും ഗാഢതാക്രമത്തിനെതിരെയും ചെറുകുടലിൽ നിന്നും ലഘുഘടകങ്ങളുടെ ആഗിരണം നടക്കുന്നു. സിമ്പിൾ ഡിഫ്യൂഷൻ, ഫെലിസിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ഓസ്മോസിസ്, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്നിവയാണ് ചെറുകുടലിൽ നടക്കുന്ന പ്രക്രിയ. സിമ്പിൾ ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ഓസ്മോസിസ് എന്നിവയ്ക്ക് ഊർജം ആവശ്യമില്ല. എന്നാൽ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന് ഊർജം ആവശ്യമാണ്. സിമ്പിൾ ഡിഫ്യൂഷൻ എന്നാൽ തന്മാത്രകൾ ഗാഢത കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് ഒരു അർദ്ധചാരീയ സ്തരം വഴി ഒഴുകുന്ന പ്രക്രിയയാണ്. തന്മാത്രകൾ ഗാഢത കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് അർദ്ധചാരീയ സ്തരം വഴി പ്രോട്ടീൻ്റെ സഹായത്താൽ ഒഴുകുന്നതാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഗാഢത കൂടിയ ഭാഗത്തു നിന്ന് ഗാഢത കുറഞ്ഞ ഭാഗത്തേക്ക് ഒരർദ്ധചാരീയ സ്തരത്തിലൂടെയുള്ള ജലതന്മാത്രകളുടെ പ്രവാഹമാണ് ഓസ്മോസിസ്. ഗാഢത കുറഞ്ഞ ഭാഗത്തു നിന്ന് കൂടിയ ഭാഗത്തേക്ക് ഊർജം ഉപയോഗിച്ച് വാഹക പ്രോട്ടീനുകളുടെ സഹായത്താൽ തന്മാത്രകൾ ആഗിരണം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ലാക്ടീരിയകളിലേക്കുള്ള ഫാറ്റി ആസിഡിൻ്റെയും ഗ്ലിസറോളിൻ്റെയും ആഗിരണം നടക്കുന്നത് സിമ്പിൾ ഡിഫ്യൂഷനിലൂടെയാണ്. ചില തന്മാത്രകളുടെ ഡിഫ്യൂഷൻ നടക്കുന്നത് കോശസ്തരത്തിലെ പ്രോട്ടീൻ തന്മാത്രകളുടെ സഹായത്താലാണ്. ഓസ്മോസിസിലൂടെയാണ് ജലത്തിൻ്റെ ആഗിരണം നടക്കുന്നത്. ഗ്ലൂക്കോസ്, ലവണങ്ങൾ എന്നിവയുടെ ആഗിരണം നടക്കുന്നത് ആക്റ്റീവ് ട്രാൻസ്പോർട്ടിലൂടെയാണ്. ചെറുകുടലിലെ വില്ലസുകളാണ് ആഗിരണത്തിന് പ്രധാനമായും സഹായിക്കുന്നത്. ഇത്തരത്തിലാണ് നാം കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് അനുയോജ്യമായ രീതിയിലുള്ള ഊർജമായി നമ്മുടെ ശരീരത്തിന് ലഭ്യമാകുന്നത്.